ഹലോ വാവ ഞാൻ നീ പറഞ്ഞ ബൈറ്റ് ഹോംസ് ഫോറിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലുണ്ട്. ഞാനിപ്പോ സാറിനെ കാണാൻ പോകുന്ന. ഓക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിക്കാം. വാവ ഇപ്പൊ വിളിച്ചത്, വാവയ്ക്കാണെങ്കിൽ ഇവിടെ നമ്മുടെ കൊച്ചിയിലൊരു വീട് പണിയാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ ബൈറ്റ് ഹോംസ് ഫോർ ആണെങ്കിൽ ഇവർ പകുതി പണം കൊണ്ട് വീട് പണിത് വെക്കും. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബൈറ്റ് ഹോംസ് ഫോർ. എത്രയാണ് ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത്? അതിന്റെ ഹാഫ് എമൗണ്ട് നമുക്ക് വർക്കിംഗ് വീട്ടിൽ ഘട്ടങ്ങളായിട്ട് അടച്ചാൽ മതി. ബാലൻസ് വരുന്ന ഹാഫ് എമൗണ്ട് 50 മാസത്തെ EMI ആയിട്ടാണ് ചെയ്യുന്നത്. EMI എന്ന് പറയുമ്പോൾ അതിനകത്ത് പലിശ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 0% ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഫിനിഷിംഗിൽ വരുന്ന മെറ്റീരിയൽസിൽ, അതായത് പെയിന്റിങ്, അതുപോലെ കൂടാതെ ഡോർസ്, വിൻഡോസ്, ഫ്ലോർ, ഈ ഒരു കാര്യങ്ങളിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ പാക്കേജിൽ മെയിൻ ആയിട്ട് വരുന്നത്. ബ്ലാങ്ക് ചെക്ക് പല കമ്പനികളും വാങ്ങുന്നുണ്ടോന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ വാങ്ങാറില്ല. ബ്ലാങ്ക് ചെക്ക് വാങ്ങുന്നതും അതുപോലെ കൊടുക്കുന്നത് പോലും കുറ്റകരമാണ്. ഇൻസ്റ്റാൾമെന്റ് മുടങ്ങുന്ന സിറ്റുവേഷൻ വരെയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് EMI അടച്ചു പോകുന്ന ഒരു ക്ലൈന്റ് ഒരു മാസം വന്നിട്ട് ഞങ്ങൾക്ക് അടക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സാമ്പത്തികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടാവും എന്നുള്ളത്. കണ്ണൂർ മുതൽ എറണാകുളം വരെ ഏകദേശം 150ഓളം റണ്ണിങ് സൈറ്റുകൾ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് അവർക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാം. കഴിഞ്ഞൊരു മാസം ഏകദേശം 40 വർക്കോളം ഒരു മാസം നമുക്ക് കയറുന്നുണ്ട്. ഇത്രയും വർക്ക് ഒരു നോർമൽ ഒരു കമ്പനിക്ക് ഒരു വർഷത്തിൽ 3-4 വർക്ക് കിട്ടുന്ന നോർമൽ ഒരു കമ്പനികൾ. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് പലതും പല ബിൽഡേഴ്സും കാര്യങ്ങളാണ്. കാരണം ഈ ഒരു അപ്ഡേഷൻ വരുമ്പോൾ, കാരണം അവർക്ക് കിട്ടേണ്ട വർക്കാണ് ഇത്രയും വർക്കുകൾ. ഏകദേശം ഒരു 12 മാസം കൊണ്ട് ഒരു ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ലോൺ എമൗണ്ടിന്റെ 20% നമ്മൾ സബ്സിഡി കൊടുക്കാറുണ്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ ഒരു ക്ലയന്റിന്റെ 3D ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനീഷ്യലി അവർ നമുക്ക് റെഫറൻസ് ഇമേജും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ കാണിക്കും. അതിനനുസരിച്ച് നമ്മൾ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് 3D ചെയ്ത് കൊടുക്കും. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബൈറ്റ് ഹോംസ് ഫോർ, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. എല്ലാവർക്കും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം പാലാരിവട്ടത്താണ്. അപ്പൊ ഞാനിവിടെ നിൽക്കുന്നത്, ഒരു മിനിറ്റ്, ഒരു കോള്. ഹലോ വാവ ഞാൻ നീ പറഞ്ഞ ബൈറ്റ് ഹോംസ് ഫോറിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലുണ്ട്. ഞാനിപ്പോ സാറിനെ കാണാൻ പോകുന്ന. ഓക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിക്കാം. ഓക്കെ ഞാൻ ചോദിച്ചത് രാത്രി വിളിക്കാം. ഓക്കെ ശരി. വാവ ഇപ്പൊ വിളിച്ചത്, വാവയ്ക്കാണെങ്കിൽ ഇവിടെ നമ്മുടെ കൊച്ചിയിലൊരു വീട് പണിയാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ ബൈറ്റ് ഹോംസ് ഫോർ ആണെങ്കിൽ ഇവർ പകുതി പണം കൊണ്ട് വീട് പണിത് വെക്കും. ബാക്കി പകുതി പണം 50 മാസ തവണയായിട്ട് അടച്ചാൽ മതി. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ എന്തായാലും സാറിന്റെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങളടുത്ത് പറയാട്ടോ. ഓക്കെ. ഹായ് ചേച്ചി, ഫസൽ സാർ ഇല്ലേ? സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഹായ്, നമസ്കാരം. എന്റെ പേര് മെഹർ. എവിടെ ഇരുന്നോട്ടെ. ഓക്കെ. അപ്പൊ പകുതി പണത്തിന് വീട് വെച്ച് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ എന്റെ അടുത്ത് ആകെ 40 ലക്ഷം രൂപയുള്ളൂ. എന്റെ ഒരു ഫ്രണ്ടിന് വീട് വെക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ എത്ര നോക്കിയിട്ടും 40 ലക്ഷം രൂപയുള്ളൂ. അപ്പൊ ഒരു വീട് വെക്കണം, എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, നമ്മൾ വീടുകളാണ് ചെയ്യുന്നത്. അതായത് എറണാകുളം ടു കണ്ണൂർ വരെയുള്ള ഏരിയകളാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അതിന്റെ ബഡ്ജറ്റ് എത്രയാണ് ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത്? അതിന്റെ ഹാഫ് എമൗണ്ട് നമുക്ക് വർക്കിംഗ് വീട്ടിൽ ഘട്ടങ്ങളായിട്ട് അടച്ചാൽ മതി. ബാലൻസ് വരുന്ന ഹാഫ് എമൗണ്ട് 50 മാസത്തെ EMI ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ EMI എന്ന് പറയുമ്പോൾ അതിനകത്ത് പലിശ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 0% ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ പലിശ ഇല്ലാണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാ കിട്ടുക? ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും ബൾക്കായിട്ടുള്ള വർക്കാണ് വരുന്നത്. ഒരു മാസം ഏകദേശം കഴിഞ്ഞ മാസം ഏകദേശം 40 വർക്കോളം നമുക്ക് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർക്കുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പലിശ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ എല്ലാവർക്കും ഒരു മനസ്സിലൊരു സംശയം ഉണ്ടാവും, ഇപ്പം മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയിലായിരിക്കും കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ചാർജ് ആയിരിക്കും നിങ്ങൾ ഈടാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അഡീഷണൽ 1 രൂപ പോലും നമ്മൾ ചാർജ് കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല. കൂടാതെ നമ്മൾ എഗ്രിമെന്റിൽ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഏതാണ് മെറ്റീരിയൽസ്, ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന റേഷ്യോ ഉൾപ്പെടെ നമ്മൾ എല്ലാ കാര്യങ്ങളും എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ഇവിടെ 2 മാസത്തിനുള്ളിൽ ദുബായി പോവാൻ പോവാ. അപ്പം എപ്പോഴും വന്ന സൈറ്റിൽ വന്നിട്ട് ഇതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് ഒരു എഗ്രിമെന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ക്ലയന്റിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിലെല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ വരും. കൂടാതെ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ, റിപ്പോർട്ട്സ് ആയിക്കോട്ടെ, ഡെയിലി എത്ര ലേബേഴ്സ്, അതുപോലെ സ്റ്റേജ് വൈസ് ഫോട്ടോസ്, വീഡിയോസ്, എല്ലാ കാര്യങ്ങളും, അതിൻ്റെ പേയ്മെൻറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആപ്പ് ത്രൂ അവർക്ക് കാണാൻ കഴിയും. കൂടാതെ നമുക്ക് നമ്മുടെ സൈറ്റിൻ്റെ ലൈവ് ക്യാമറ ആക്സസ് ആ ഒരു ക്ലയൻറ്റ് ഉണ്ടാവും.
ഞാൻ ഒരു വിദേശത്താണ്, എവിടെയാണെങ്കിലും അവർക്ക് ഡെയിലി 24 hours നമുക്ക് അതിന്റെ ആക്സസ് ഉണ്ടാവും ലൈവ് ക്യാമറ. അപ്പൊ ഈ ആപ്ലിക്കേഷനിൽ വേറെ എന്തൊക്കെ അപ്ഡേറ്റ്സ് അറിയാൻ പറ്റുന്നത്? പുതുതായിട്ടൊരു വീട് ഉദ്ദേശിക്കുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ അവർക്ക് പ്ലാനോ എലിവേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, കൂടുതലും ഉണ്ടാവില്ല. അങ്ങനെ വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്ലാന് കാര്യങ്ങളെല്ലാം അതിന്റെ ബഡ്ജറ്റ് ഉൾപ്പെടെ കാണാൻ ഒരു ഓപ്ഷനാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഏകദേശം 350 പ്ലാൻ എലിവേഷൻ വരുന്നുണ്ട്. ഒരു പെർ സ്ക്വയർ ഫീറ്റിന് ഇപ്പൊ ഏകദേശം എത്രയായിരിക്കും ചാർജ് ചെയ്യുന്നത്? പാക്കേജ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. നമ്മൾ 1800 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് ആയിട്ടുള്ള ഹോംസുകളാണ് സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുന്നത്. സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പനി ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ ചെയ്യുന്ന 3 സ്കീമുകളുടെ പാക്കേജും അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ബഡ്ജറ്റ് ഹോംസും പ്രീമിയം പ്ലസ് സെമി ഇന്റീരിയർ ഹോംസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? മെറ്റീരിയൽസിന് ചെറിയ വ്യത്യാസങ്ങൾ. എല്ലാത്തിലും സ്ട്രക്ചർ ഒരേ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിനിഷിംഗിൽ വരുന്ന മെറ്റീരിയൽസിൽ, അതായത് പെയിന്റിങ്, അതുപോലെ കൂടാതെ ഡോർസ്, വിൻഡോസ്, ഫ്ലോർ, ഈ ഒരു കാര്യങ്ങളിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ പാക്കേജിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അതല്ല, കസ്റ്റമേഴ്സിന് ഏതെങ്കിലും ഒരു പാക്കേജ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഏതെങ്കിലും മെറ്റീരിയൽസ് മാറ്റണമെങ്കിൽ കസ്റ്റമേഴ്സ് ചെയ്യാം. അത് കസ്റ്റമേഴ്സിന് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഈ സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ ഈ എഗ്രിമെന്റിന്റെ ടേംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാവണം എന്നില്ല. അപ്പൊ അവർക്കാണെങ്കിൽ അതിനെ പറ്റി കുറച്ച് നോളജ് ഉള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനെ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? തീർച്ചയായും. നമ്മുടെ എഗ്രിമെന്റ്സ് കാര്യങ്ങളെല്ലാം മലയാളത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് നോർമലി ഒരു ബഡ്ജറ്റ് കോട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഡ്രാഫ്റ്റ് ക്ലയന്റിന് അയച്ചു കൊടുക്കും. അവർക്ക് അത് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സൈറ്റിലോട്ട് പോകാറ്. എല്ലാ കാര്യങ്ങളും അതിൽ A to Z കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ നമ്മൾ കാണിക്കുന്നത് മെറ്റീരിയൽസ് ആണ്. ഏത് മെറ്റീരിയൽസ് ആണ് ഓരോ സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്, അതിന്റെ റേഷ്യോ, അതിന്റെ ക്വാളിറ്റി, ബ്രാൻഡ് ഉൾപ്പെടെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ റൈറ്റ് കാര്യങ്ങളാണ് നോർമൽ നമ്മൾ എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്യാറ്. അപ്പം എത്ര എഗ്രിമെന്റ്സ് ഉണ്ടാവും ടോട്ടലി? നമുക്ക് ഏകദേശം 300 സംതിങ് എഗ്രിമെന്റ് ഏകദേശം ഈ ഒരു 2 ഇയറിനോട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ക്ലയന്റിന് അപ്പൊ എത്ര എഗ്രിമെന്റ്സാ? 2 എഗ്രിമെന്റ്സ് ആണ് ഒരു ക്ലയന്റിന് വരുന്നത്. സ്റ്റാർട്ടിങ് ഒരു എഗ്രിമെന്റ് വരുന്നുണ്ട്, ഒരു സ്ട്രക്ചർ കഴിയുമ്പോൾ ഒരു സെക്കൻഡ് എഗ്രിമെന്റ് EMI മുമ്പായിട്ട് EMIയുടെ ഒരു എഗ്രിമെന്റ് ആണ്. അതിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത് ബാക്കിയുള്ള EMI എത്ര എമൗണ്ട് ആണ് ഘട്ടങ്ങളായിട്ട് അടക്കേണ്ടത്, അതിന്റെ കാര്യങ്ങൾ മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ എഗ്രിമെന്റിന് കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട. നമുക്ക് സിവിൽ സ്കോറോ അല്ലെങ്കിൽ ഒറിജിനൽ ആധാർ അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് നമുക്ക് ഒരു ഓട്ടോ ഡെബിറ്റിന്റെ ഒരു ഫോം ഫിൽ ചെയ്യുക, അതുപോലെ ഒരു ID പ്രൂഫ്, പിന്നെ ഒരു പ്രോമിസറി നോട്ട് സൈൻ ചെയ്ത് തരാം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ 3 കാര്യങ്ങൾ. അതെങ്ങനെയാ ഫീസിബിൾ ആവുക? ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ നമ്മൾ ഫിനാൻസ് കമ്പനി കാര്യങ്ങളൊന്നും അല്ല, നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അതിൽ വരുന്നത് നമുക്ക് നോർമലി വാങ്ങാൻ കഴിയുന്ന ഡോക്യുമെന്റ്സ് ഇത്രയും കാര്യങ്ങളാണ്. അല്ല ചെക്ക് കാര്യങ്ങളൊന്നും, ബ്ലാങ്ക് ചെക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് വേണ്ട. പക്ഷേ അപ്പൊ ഈ 50 മാസത്തവണയായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ 50 മാസം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 വർഷം 2 മാസം വരും. അപ്പൊ ഇത്രയും ടൈം വേണ്ട തിരിച്ച് പൈസ അടയ്ക്കാനായിട്ട്. ഒരു 1 year 2 yearനുള്ളിൽ അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഓഫേഴ്സ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ EMI സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 12 മാസം കൊണ്ട് ഒരു ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ലോൺ എമൗണ്ടിൻ്റെ 20% നമ്മൾ സബ്സിഡി കൊടുക്കാറുണ്ട്. ഇൻ കേസ് ഒന്ന് EMI 12 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് EMI ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ EMI കൂടി അധികമായിട്ട് എമൗണ്ട് അടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനനുസരിച്ചുള്ള എമൗണ്ട്, അനുപാതികമായിട്ട് എമൗണ്ട് ക്ലയന്റിന് നമ്മൾ സബ്സിഡി അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ 40 ലക്ഷത്തിന്റെ ഒരു 20% എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 40 ലക്ഷത്തിന്റെ 20 ലക്ഷമാണ് ലോൺ എമൗണ്ട് വരാം ഏകദേശം ആവറേജ്. അതിന്റെ 20% ആണ് നമുക്ക് ഏകദേശം സബ്സിഡി വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എമൗണ്ട് സബ്സിഡി കൊടുത്താൽ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക? നമ്മളെ സംബന്ധിച്ച് ഒരു നോർമൽ വർക്കിന്റെ റേറ്റ് ആണ് വരുന്നത് കേസിൽ വരുന്നത്. ഇത്രയും വർക്കുകൾ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബൾക്കായിട്ടുള്ള ഈ ഒരു ഫണ്ട് കാര്യങ്ങൾ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ഏത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയാൻ അതിന്റെ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ആ ഒരു കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിലുള്ള ആ ഒരു ബോണ്ടും ആ ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി? സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ, അതുപോലെ വാട്സപ്പ് ത്രൂ, അതിനായിട്ട് നമ്മൾ CRM മാനേജർ തന്നെ വരുന്നുണ്ട്. കൂടെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഇത്രയും വർക്കുകൾ കാര്യങ്ങൾ കൂടുതൽ കിട്ടുന്നത് കസ്റ്റമേഴ്സിന്റെ റിവ്യൂസിനനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഏതൊരു കസ്റ്റമേഴ്സ് സ്റ്റാർട്ടിങ് വരുമ്പോൾ അവരോട് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങളെ ഏരിയയിൽ അടുത്തുള്ള സൈറ്റുകൾ ഉണ്ടാവും, അത് ഡയറക്റ്റ് അവർക്ക് പോയി വിസിറ്റ് ചെയ്യാം.
ആ സൈറ്റ് ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം ഇവിടെ എഗ്രിമെന്റ് ചെയ്താൽ മതി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏതൊരു ക്ലയൻറ്റിനോട് പറയാറ്. അത് നമ്മുടെ സർവീസ് അത്രയും ബെറ്റർ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ഉറപ്പോടെ ഞങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾ സൈറ്റിൽ പോയി വിസിറ്റ് ചെയ്യാറുണ്ടോ? തീർച്ചയായും നമ്മൾ എല്ലാ സ്റ്റേജിലും സൈറ്റ് സൂപ്പർവൈസേഴ്സ് അവിടെ സൈറ്റിലുണ്ടാവും, കൂടാതെ അതിന്റെ പ്രൊജക്ട് മാനേജേഴ്സ് ഉണ്ടാവും, കൂടാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സൈറ്റ് വിസിറ്റും. ഇപ്പം എത്ര നാളായി ഈ ഒരു ബൈറ്റ് ഹോംസ് 4 സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ 6-7 വർഷത്തോളമായിട്ട് ഇതേ ഫീൽഡിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ ആയിരുന്നു ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചലഞ്ചസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തായിരുന്നു? നമുക്ക് ഇത്രയും സൈറ്റുകൾ തന്നെയാണ് അത് സ്റ്റാർട്ടിങ് ഏതൊരു കമ്പനിക്കും നമുക്ക് ഫേസ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ വെച്ചാൽ ഈ ഒരു ഫിനിഷിംഗ് വർക്ക് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സൈറ്റുകൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വരാറ്. ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഏതൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോർമലി ഉണ്ടാകുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പൊ ഈ സ്ക്വയർ ഫീറ്റിനാണെങ്കിൽ 1800 ആണെന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കര കൂടുതലല്ലേ? ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റേറ്റ് കുറച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ തോന്നും. അപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എല്ലാ മെറ്റീരിയൽസും നമ്മൾ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേറ്റിൽ ചെയ്യാൻ കഴിയുന്നത്. അതിനാണ് നമ്മൾ വാറണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ 10 വർഷത്തെ സർവീസ് തന്നെ അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ലീക്ക് ക്രാക്ക് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും സ്ട്രക്ചറിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റേജ് നമ്മൾ അതിന് ക്വാളിറ്റി കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിന് അഡീഷണൽ ചാർജസ് നമ്മൾ ഓരോ പാക്കേജിലും നമ്മൾ എഗ്രിമെന്റ് ചെയ്തൊരു പ്രകാരം ആ സൈറ്റിലെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കും. അതിന്റെ പുറമെ കസ്റ്റമറിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനി പറഞ്ഞിട്ടുള്ള റേറ്റിനേക്കാൾ കൂടുതൽ വരുന്ന കേസുകളിൽ അത് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് അടക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ അതിന്റെ വർക്കുകൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി പിന്നെ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ് വരുന്ന ഇലക്ട്രിസിറ്റി താൽക്കാലിക കണക്ഷൻ കാര്യങ്ങൾ ക്ലയന്റ് ചെയ്തു തരണം. അതുപോലെ വെള്ളത്തിന്റെ കണക്ഷൻ കാര്യങ്ങൾ ക്ലയന്റ് ചെയ്തു തരണം. പിന്നെ വായു വരുന്ന അതിന്റെ വരുന്ന പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം കമ്പനിയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ പറയുന്ന റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ അവസാനം. അത് എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ചിലപ്പോൾ റേറ്റ് ചിലപ്പോൾ കൂടാം. അപ്പൊ നിങ്ങളാണെങ്കിൽ അങ്ങനത്തെ ഒരു റേറ്റ് പെട്ടെന്ന് കുറച്ച് കൂടി അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഓൾറെഡി എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 മാസം വരെ നമുക്ക് ഇതേ റേറ്റ് തന്നെ ചെയ്യാന്നൊക്കെ ക്ലൈന്റിനോട് പറയാറുണ്ട്. ഇൻ കേസ് ഞാൻ റേറ്റിൽ നിന്ന് മെറ്റീരിയൽസിന് ഹൈക്ക് വരാൻ മാത്രമേ ക്ലൈന്റിന് റേറ്റ് കൂടുതൽ വരും. സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അതേ റേറ്റ് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാറ്. അതിൽ യാതൊരു രൂപ പോലും കൂടില്ല. അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ വേറൊരു കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ സ്ക്വയർ ഫീറ്റ് മുമ്പ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ അതിനും ആ സ്ക്വയർ ഫീറ്റ് പ്രകാരമുള്ള എമൗണ്ട് അടക്കണം എന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ ആരുടെയായിരുന്നു? ഈ 50 മാസം തവണയായിട്ട് പകുതി ഫസൽ റഹ്മാന്റെ ഐഡിയ ആണ്. തീർച്ചയായും നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ 8 വർഷത്തോളമായി ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ വർക്ക് നമുക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വർക്ക് നമുക്ക് ഈ പറഞ്ഞ ടൈമിൽ ഒരു 6-8 മാസമാണ് നമ്മൾ നോർമൽ വർക്ക് തീരേണ്ട ടൈം. ആ ഒരു ടൈം പല നമ്മളിപ്പോ ഒരു മലബാർ ഏരിയ എവിടെയാണെങ്കിൽ പോലും കംപ്ലീറ്റ് ആവുന്നില്ല. അത് കൂടുതൽ കാരണം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ക്ലയന്റിന്റെ ഭാഗത്ത് കറക്റ്റ് ഫണ്ട് കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിന് എന്ത് ബെനിഫിറ്റ്? കാരണം ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സ് വരുള്ളൂ. അപ്പൊ കസ്റ്റമേഴ്സിന് വേണ്ടത് എന്താണോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാക്കേജ് കാര്യങ്ങൾ സെറ്റ് ചെയ്തത്. അതിൽ നമുക്ക് ഇനിയിപ്പോൾ കസ്റ്റമേഴ്സ് പുറത്ത് അന്വേഷിക്കുകയാണ് ബാങ്ക് ലോൺ കാര്യങ്ങൾ എടുക്കേണ്ടത്, അതിന് സിവിൽ സ്കോർ, ഒറിജിനൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെ ഈ ഒരു ഫിനാൻസ് മാനേജ്മെന്റ് കൂടെ ഫിനാൻസ് കൺട്രോൾ ചെയ്ത് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാക്കേജ് കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത്? തീർച്ചയായും നമ്മൾ പറഞ്ഞില്ല, 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് നമ്മൾ. കാരണം ഓരോ സ്റ്റേജിൽ നമുക്ക് എത്ര കോസ്റ്റ് വരും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ് നമുക്കിത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ എത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്താലും അതിനകത്തൊക്കെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഈ എനിക്ക് തോന്നുന്നു ബിൽഡേഴ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ചെക്കിന്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോ അങ്ങനത്തെ ഒരു കൺസേൺ എങ്ങനെ അഡ്രസ് ചെയ്യാം? ബ്ലാങ്ക് ചെക്ക് പല കമ്പനികളും വാങ്ങുന്നുണ്ടോന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ വാങ്ങാറില്ല. ബ്ലാങ്ക് ചെക്ക് വാങ്ങുന്നതും അതുപോലെ കൊടുക്കുന്നത് പോലും കുറ്റകരമാണ്. ഞങ്ങൾ ചെക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതിനാണ് ഒരു ഓട്ടോ ഡെബിറ്റിന്റെ ഫോം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് വലിയ എമൗണ്ട്, മന്ത്ലി EMI എമൗണ്ട്, അത് ഏത് മാസമാണ് EMI സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അത് ഏതാണ് മാസം അവസാനിക്കുന്നത്, എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് അത് മാത്രം സൈൻ ചെയ്ത് തന്നാൽ മതി. അതാകുമ്പോൾ കൂടുതലായിട്ട് ബ്ലാങ്ക് ചെക്ക് ആണെങ്കിൽ പല കമന്റ് ബോക്സിൽ കാണാറുണ്ട് പല കമ്പനികൾ ബ്ലാങ്ക് ചെക്ക് വാങ്ങി കൂടുതൽ എമൗണ്ട് കാര്യങ്ങൾ വാങ്ങുന്നുണ്ടെന്നുള്ളത്. കാരണം ഈ ഒരു ഓട്ടോ ഡെബിറ്റിന്റെ ഫോമിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് തന്നെ വാങ്ങാൻ കഴിയുള്ളൂ. കാര്യം മന്ത്ലി എത്രയാണ് EMI വരുന്നത് അത് കറക്റ്റ് എമൗണ്ട് അവർ അക്കൗണ്ടിൽ ഓട്ടോ ഡെബിറ്റ് ആയിട്ട് പോകുന്നത്. ഇപ്പൊ മനുഷ്യന്മാരുടെ കാര്യമാണ്. അപ്പൊ ചിലപ്പോൾ എല്ലാ ഇൻസ്റ്റാൾമെന്റും പക്കയായിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഇപ്പം ഇൻസ്റ്റാൾമെന്റ് മുടങ്ങുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ നോർമലി മനുഷ്യന്മാരാണ് നോർമലി ഉണ്ടാവാം. കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ഫിനാൻസ് കമ്പനിയോ അല്ലെങ്കിൽ ബാങ്കോ കാര്യങ്ങളൊന്നും അല്ല. നമ്മളൊരു നോർമൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. സാധാരണ അതിൽ യാതൊരു ഫൈന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ നമ്മളത് നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് കൊടുക്കാറ്. യാതൊരു ഫൈനോ കണ്ടിന്യൂസ് ആയിട്ട് EMI അടച്ചു പോകുന്ന ഒരു ക്ലയന്റ് ഒരു മാസം വന്നിട്ട് ഞങ്ങൾക്ക് അത് അടക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സാമ്പത്തികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടാവും എന്നുള്ളത്. നേരെ തിരിച്ച് യാതൊരു റെസ്പോൺസും ഇല്ല, 3-4 EMI പെൻഡിങ് ആയിട്ട് വരുന്നു, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് 3 തവണ നോട്ടീസ് അയക്കും, എന്നിട്ടും റെസ്പോൺസ് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അതിന്റെ ലീഗൽ വശങ്ങളിലേക്ക് പോവുക. ഓക്കെ. അപ്പൊ ഈ ഒരു ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു സ്കീം മുതലെടുക്കുന്ന ഒരുപാട് പേര് ഉണ്ടാവും. എന്ന് വെച്ചാൽ മനഃപൂർവ്വം ഇപ്പൊ പറഞ്ഞ പോലെ മനഃപൂർവ്വം ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് വൈകിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞങ്ങളെ കസ്റ്റമേഴ്സ് ഞങ്ങളെ ഡീലിങ് കാര്യങ്ങൾ അങ്ങനെ നല്ല രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ വന്നിട്ടില്ല. എല്ലാ ഭാഗത്തും എല്ലാ കസ്റ്റമേഴ്സും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ EMI ഇതുവരെ മുടക്കാതെ അടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചില ആൾക്കാർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും കിണറ്റിലെ വെള്ളം അങ്ങനെയൊക്കെ. അപ്പം കിണർ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ സിവിൽ വർക്കാണ് ഇതിൽ ചെയ്യുന്നത്. വീടിന്റെ ഫൗണ്ടേഷൻ മുതൽ പെയിന്റിങ് ഫിനിഷിംഗ് വർക്ക് വരെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൽ കിണർ കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സ് അഡീഷണൽ അവർ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നു കൊടുക്കുന്നതാണ്. അപ്പൊ ചില ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ സാലറി ഇറഗുലർ ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം എന്താ പറയാ അവരുടെ സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടോ? നമുക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ, ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. സിവിൽ സ്കോർ ആയാലും സാലറി സർട്ടിഫിക്കറ്റ് ഈ കാര്യങ്ങളൊന്നും വേണ്ട. കമ്പനിയെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ബോധ്യപ്പെട്ടാൽ മതി എത്രയാണ് EMI എമൗണ്ട്, അതായത് അവർക്ക് മന്ത്ലി അവർക്ക് അടക്കാൻ കഴിയുന്നുള്ള കമ്പനി ജസ്റ്റ് ഒരു എൻക്വയറി നടത്തും. കമ്പനിക്ക് ജസ്റ്റ് ഒരു ബോധ്യപ്പെട്ടാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ ഇതിന് ഇപ്പം കമ്പനിക്ക് ബോധ്യപ്പെടുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? എന്തെങ്കിലും ജസ്റ്റ് കമ്പനിയുടെ ഭാഗത്ത് ജസ്റ്റ് ഒരു സ്റ്റാഫ് എൻക്വയറി. ഓക്കെ. അപ്പൊ ഈ CCTV ലൈവ് CCTV അപ്ഡേറ്റ് കാണാമെന്ന് പറഞ്ഞല്ലോ, അപ്പം ജസ്റ്റ് ഒന്ന് തീർച്ചയായും നമ്മുടെ ഒരു സൈറ്റാണ് വരുന്നത്. കണ്ണൂരുള്ള റംലത്താൻ്റെ ഫാമിലിക്ക് ചെയ്യുന്ന വളപ്പെട്ട ചെയ്യുന്ന ഒരു സൈറ്റിൻ്റെ ആണ്. അതിന്റെ ബെൽറ്റ് വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് വരുന്നത്. ഓക്കെ. അപ്പം നെഗറ്റീവ് കോമന്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ നെഗറ്റീവ് കോമന്റ്സ് വരുന്നതുകൊണ്ട് ഇപ്പം വരാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനായിട്ടുള്ള എന്തെങ്കിലും ട്രസ്റ്റ് അല്ലെങ്കിൽ അവര് വരാണ്ടിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൂടുതലും പറയാറ് നമ്മൾ ഓൾറെഡി ഉള്ള സൈറ്റുകളുണ്ട്. അവർ എവിടെ ആണെങ്കിലും അവിടെ അതിന്റെ അടുത്തുള്ള ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് സൈറ്റ് ഉണ്ടാവും. കാരണം കണ്ണൂർ മുതൽ എറണാകുളം വരെ ഏകദേശം 150ഓളം റണ്ണിങ് സൈറ്റുകൾ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് അവർക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാം. ഞങ്ങൾ വർക്ക് നടക്കുന്ന സൈറ്റുകൾ അവർക്ക് പോയി കണ്ട് അവിടെ ഓൾറെഡി അവിടുത്തെ കസ്റ്റമേഴ്സ് കാര്യങ്ങൾ അതിനുണ്ടാവും. അവരോട് ചോദിച്ചിട്ട് മാത്രം നമുക്ക് ഇവിടെ എഗ്രിമെന്റ് കാര്യം ചെയ്താൽ മതി. ഇത്ര തന്നെയാണ് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയാറ്. നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ക്ലയൻസ് നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ താഴെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ ക്ലയൻസിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ ഓക്കെയാണ്. കാരണം ഇത് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് പലതും പല ബിൽഡേഴ്സും കാര്യങ്ങളാണ്. കാരണം ഈ ഒരു അപ്ഡേഷൻ വരുമ്പോൾ കാരണം അവർക്ക് കിട്ടേണ്ട വർക്കാണ് ഇത്രയും വർക്കുകൾ. കാരണം ഒരു അപ്ഡേഷൻ വരുമ്പോൾ ഏതൊരു കമ്പനിക്കും അത്രയും ഏകദേശം നമുക്ക് പറഞ്ഞല്ലോ കഴിഞ്ഞൊരു മാസം ഏകദേശം 40 വർക്കോളം ഒരു മാസം നമുക്ക് കയറുന്നുണ്ട്. ഇത്രയും വർക്ക് ഒരു നോർമൽ ഒരു കമ്പനിക്ക് ഒരു വർഷത്തിൽ 3-4 വർക്ക് കിട്ടുന്ന നോർമൽ ഒരു കമ്പനികൾ. അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിൽ 40 വർക്ക് വരുമ്പോൾ ഇത്രയും പേർക്ക് കിട്ടേണ്ട വർക്കാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് നോർമലി ഉണ്ടാവുന്ന ഒരു വിഷമം. ഓൾറെഡി കൺസ്ട്രക്ഷൻ മേഖലയല്ലേ, എന്തായാലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അതെ, കോമ്പറ്റീറ്റേഴ്സ് ആണ് അപ്പൊ നെഗറ്റീവ് കമന്റ്സ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ കണ്ണൂർ തൊട്ട് എറണാകുളം വരെയാണ് ഇപ്പൊ ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് നമ്മളിപ്പോ ഈ ഒരു അടുത്ത കാലത്ത് ഉദ്ദേശിക്കുന്നില്ല. കാരണം ബെറ്റർ ആയിട്ട് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്.
കാരണം നമ്മൾ എല്ലാ ഭാഗത്തും ചെയ്തിട്ട് നമുക്കത് സർവീസിൽ എന്തെങ്കിലും മോശം വന്നാൽ കമ്പനിയെ ബാധിക്കും. നെഗറ്റീവ് പറയുന്നത് ഇപ്പോൾ ഒരു എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ അപ്പോൾ അതിലും ബെറ്റർ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഏരിയ. ഇപ്പം ഞങ്ങളെ മലപ്പുറത്താണ് 2 ഓഫീസ് വരുന്നത്, പിന്നെ എറണാകുളത്ത്. ഞങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ സർവീസ് കാര്യം ബെറ്റർ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണിത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഏരിയ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഭാവിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, അപ്പം എത്ര ഓഫീസാണ് മൊത്തം ഉള്ളത്? നമുക്ക് 3 ഓഫീസാണ് വരുന്നത്. കോട്ടക്കൽ വരുന്നുണ്ട്, പെരിന്തൽമണ്ണ വരുന്നുണ്ട്, എറണാകുളത്ത് വരുന്നുണ്ട്. അപ്പം ഏകദേശം മൊത്തം എത്ര സ്റ്റാഫ്സ് ഉണ്ട്? ഏകദേശം നമുക്കൊരു 35-40 സ്റ്റാഫോളം ഓഫീസ് വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് സൈറ്റിൽ ലേബേഴ്സ് ഏകദേശം 450-500 ലേബേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഏത് ഡിസ്ട്രിക്റ്റിലായിരിക്കും? മലപ്പുറത്താണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പം ഏകദേശം ഇപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ എത്ര വർക്ക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഏകദേശം ഒരു 10-40 വർക്കോളം ഈ 1 ഇയറിനുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ബാക്കി എല്ലാ സൈറ്റുകളും എടുക്കുന്നത്. ഈ ഓൺഗോയിങ് എത്ര എണ്ണം ഉണ്ട്? ഓൺഗോയിങ് 150 സൈറ്റുകൾക്ക് ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി ഇനി അപ്കമിങ് പ്രോജക്റ്റുകൾ കുറെ എഗ്രിമെന്റ് ചെയ്തതും കിടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റിമോണിയൽസും ക്ലയൻസിന്റെ റിവ്യൂ ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അത് കളക്ട് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഇൻസ്റ്റാ പേജ് കാര്യങ്ങൾ ഇടാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഒരുപാട് എനിക്ക് ഏറ്റവും ഉള്ള ചെറിയ ചെറിയ ഡൗട്ട്സ് ആണെങ്കിലും എല്ലാം തന്നെ ക്ലാരിഫൈ ചെയ്ത് തന്നു. ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു. ഇവിടെ ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ ഇവരോട് തന്നെ നമുക്ക് ഇവിടുത്തെ പ്രോസസ്സൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഹായ്, പേരെന്താ? എൻ്റെ പേര് അഷിത. ഞാനിവിടെ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. എത്ര നാളായി ഇവിടെ? ഇപ്പോൾ എബോവ് ഒരു 4-5 months ആയി. ഇവിടെ ഇപ്പം എന്താ ഇതിനകത്തൊരു വീടും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവം? ഇത് ആക്ച്വലി ഇപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ 3D ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനീഷ്യലി അവർ നമുക്ക് റെഫറൻസ് ഇമേജും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ കാണിക്കും. അതിനനുസരിച്ച് നമ്മൾ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് 3D ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പം ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ സർവീസസ് അവിടെ ഉള്ളത്? അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു ക്ലയൻറ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കീ കൊടുക്കണ വരെ ആ ഫുള്ള് നമ്മൾ വർക്ക് ഫുൾഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു പിന്നെ പ്ലാൻ കഴിഞ്ഞു, അതിന് ഇപ്പോൾ പെർമിറ്റ്, പിന്നെ 3D അങ്ങനെ എല്ലാ പ്രോസസ്സും നമ്മൾ ചെയ്യും. ഓക്കെ, ഇവിടെ എത്ര ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്? ആക്ച്വലി ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഇപ്പോൾ ഇൻറ്റീരിയർ, മെയിൻ ഡിസൈനിങ്, മാർക്കറ്റിംഗ് അങ്ങനെ. ഇവിടെ ഉള്ളവരെല്ലാം ഡിസൈനിങ് ആണോ ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ മിക്സ് ആയിട്ടാണ് മാർക്കറ്റിങ്ങും ഡിസൈനിങ്ങും എല്ലാവരും ഒരുമിച്ച് വരിക്കണം. ഓക്കെ, താങ്ക് യു. ഇവിടെ വേറൊരാൾ വേറെ എന്തോ ചെയ്യുന്നുണ്ട്. ഹായ്, കുറച്ചിങ്ങോട്ട് തിരിയോ? ഓക്കെ, പേരെന്താ? ആൻമരിയ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇന്റീരിയർ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഈ സംഭവം ഒന്ന് പറഞ്ഞു തരൂ. ഇത് 3D ചെയ്യായിരുന്നു, ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ചെയ്തു കൊടുക്കാണ്. അപ്പോൾ ഇവിടെ എത്ര സ്റ്റാഫ്സ് ഉണ്ട്? 24 സ്റ്റാഫ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഓഫീസാണ് നിങ്ങൾക്ക് മൊത്തം ഉള്ളത്? 3. ഓക്കെ. താങ്ക് യു ആൻമരിയ. ഓക്കെ.